ഇന്നലെ രാത്രി ആരംഭിച്ച മഴ പലയിടത്തും ഇപ്പോഴും തുടരുകയാണ്. കനത്ത മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളുണ്ടായി. മഴക്കെടുതി നേരിടാൻ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി. NDRFിൻ്റെ 4 ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. നമ്മുടെ കയ്യിൽ ITBPയുടെയും CRPFിൻ്റെയും BSFിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും ഒക്കെ ടീമുകളുണ്ട്. വിനിയോഗിക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെയും കോഴിക്കോട് കനത്ത മഴ തുടർന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ചെറിയ ചാറ്റൽ മഴ പലയിടത്തും തുടരുന്നു. ജില്ലയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. മുൻകരുതലിന്റെ ഭാഗമായി എല്ലാ ക്വാറി പ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ നിരോധിച്ചു. തൃശൂർ മാളയിൽ പുത്തൻചിറയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള വശത്തേക്ക് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തതോടെ കോട്ടയം ജില്ലയിലെ പലയിടങ്ങളിലും വെള്ളം കയറി. പെട്ടെന്നുണ്ടായ അതിശക്തമായ മഴയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിന് കാരണമായത്. മഴ തുടരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പുതുപ്പള്ളി കൈത്തപ്പാലം ഭാഗത്ത് നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. കോട്ടയം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായി 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ അങ്കമാലി, കാലടി, വടക്കൻ പറവൂർ മേഖലകളിലും രാവിലെ ശക്തമായ മഴ തുടർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.